ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രാൻഡിൻ്റെ RC കാറാണ്. ഗൈസ്, അപ്പോൾ കാണിച്ചു തരാം, മൈറ്റ് തന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ മാരുതി സുസുക്കിൻ്റെ ജിംനി 3 ഡോറാണ് ഗൈസ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ FMS ആണ്, FMSൻ്റെ ബ്രാൻഡാണിത്. FMS ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 1/12 സ്കെയിലാണ് വരുന്നത്. ഓക്കെ, ഇത് മാരുതി സുസുക്കിയുടെ തന്നെ ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ്. കണ്ടോ, നിങ്ങൾ ഈ ഫ്രണ്ട് സൈഡിലോട്ട് നോക്കാൻ നേരത്തെ ഇതിൻ്റെ ബമ്പറും ഗ്രില്ലും സുസുക്കിൻ്റെ ലോഗോസും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം, ഭയങ്കര ഡീറ്റെയിൽ ആണ്. ഒരു രക്ഷയില്ല. കണ്ടോ, ജിംനി എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട്. ആ ഗ്രില്ലൊക്കെ കണ്ടോ, അത്ര ഡീറ്റെയിൽ ആണ് ഗൈസ്. കണ്ടോ, ഫ്രണ്ടിൽ നോക്കാൻ നേരത്തെ ഒരു രക്ഷയില്ല, അതുപോലത്തെ ഡീറ്റെയിൽ. പിന്നെ ഇത് നമുക്ക് ഈ മിററൊക്കെ നമുക്ക് ഇങ്ങനെ മടക്കുകയും നിവർത്തുകയൊക്കെ ചെയ്യും. കണ്ടോ, ഇതിൻ്റെ കവറൊന്നും പറിച്ചു കളഞ്ഞിട്ടില്ല, ഇതൊക്കെ കളയാനുള്ളതാണ്. പിന്നെ അതെ അലോയ്സ്, മെയിനായിട്ട് ഇതിൻ്റെ അലോയ്സ് കറക്റ്റ് ആ ജിംനീൻ്റെ സ്റ്റോക്ക് വീൽസ് തന്നെ ആ ഒരു ഡിസൈൻ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ അതെ ബാക്ക് സൈഡിലോട്ട് വരാൻ നേരത്തെ ഇത് കണ്ടോ, കറക്റ്റ് ജിംനി, ഒരു ഡിഫറൻസും ഇല്ല. കണ്ടോ, ബാക്ക് ബമ്പറാണെന്നുണ്ടെങ്കിലും ഗ്ലാസും ഈ സ്റ്റെപ്പിനെയും കാര്യങ്ങളെല്ലാം ഡിറ്റോ. ഇവിടെ ജിംനി എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതായിട്ട് ഇങ്ങനെ എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിത് പിന്നെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർ ഇങ്ങനെ അങ്ങ് ഓപ്പൺ ചെയ്യാം. ഇതുണ്ടോ, ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് നോക്കാൻ നേരത്തെ സുസുക്കിയുടെ പോലെ തന്നെ സെയിം ആ വണ്ടിയുടെ ഉൾഭാഗം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ സീറ്റ് മടക്കാനത് ബാക്ക് ചെയ്യാൻ തുറന്നാണ് ചെറുതുണ്ടോ, ഈ സീറ്റ് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യാം, മടക്കി വെക്കാം. അപ്പോൾ ഇവിടെ ഇത്രയും സ്പേസ് കിട്ടി. അതുപോലെ തന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസിൻ്റെ ഇതൊക്കെ നമുക്കിങ്ങനെ പൊക്കും അടച്ചു വെക്കുകയൊക്കെ ചെയ്യാം. കണ്ടോ, അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് FMS ഈ വണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് വരുന്നത് 2 സ്പീഡാണ്, അതായത് ലോ ഗിയറും ഹൈ ഗിയറും. പിന്നെ ഇതിനെക്കുറിച്ച് വേറെ പറയാനാണെന്നുണ്ടെങ്കിൽ കുറേ ലൈറ്റിംഗ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ പാർട്സും, എന്ത് പാർട്സ് പോയാലും നമുക്ക് ഈ സാധനം നമുക്കിത് ഓർഡർ ചെയ്ത് എടുക്കാൻ പറ്റും. അതാണ് മെയിൻ ഗുണം. ഈവൻ ചെറിയൊരു സ്ക്രൂ ആണെന്നുണ്ടെങ്കിൽ പോലും കിട്ടും. പിന്നെ 4 വീൽ ഡ്രൈവ് ആണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ചാസി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. കറക്റ്റ് ആ ഒരു വണ്ടിയുടെ സെയിം ഡിറ്റോ കണ്ടോ, ബാക്കിൽ സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാം അതുപോലെ തന്നെ ഇരിക്കുന്നത്. ടയേഴ്സൊക്കെ കൊള്ളാം കേട്ടോ. അപ്പോൾ 2 സ്പീഡാണ് ഇതിനുള്ളത്. ലോ ഗിയറിൽ നമുക്ക് ഇങ്ങനെ ഓഫ് റോഡൊക്കെ പതിയെ കയറി പോകാം. ഹൈ ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡിൽ പോകാം, അങ്ങനെ. പിന്നെ ഇവിടെ ഒരു മുകളിലൊരു ഏരിയയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സംഭവം കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇവിടെ ഇറങ്ങുന്നത് 4 ഡോർ ജിംനീസ് ആണ്. ഇത് പുറത്ത് കൺട്രീസിലുള്ള ടൈപ്പ് 2 ഡോർ ജിംനിയാണ് ഈ കാണുന്നത്. ഗൈസ്, ഭയങ്കര ഷോർട്ടായിട്ടുള്ളൊരു വണ്ടി, കിടിലൻ സാധനം. നമ്മുടെ 1/10 എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടി വലുതായിരിക്കും. നമ്മുടെ FMS FJ40 കുറച്ചും കൂടി ഭയങ്കര വലുതാണ്. ഇത് 1/12 എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സൈസാണ് വരുള്ളൂ. പക്ഷേ ഭയങ്കര ക്യൂട്ടാണ് ഗൈസ്. നമുക്ക് സിമ്പിളായിട്ട് ഈ പറഞ്ഞ പോലെ ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഈ ബോക്സിൽ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ക്യാരി ചെയ്ത് എല്ലായിടത്തും ട്രാവൽ ചെയ്ത് കൊണ്ടുവന്നിടന്ന് നമുക്കിങ്ങനെ ഓടിച്ച് വൈബായിട്ട് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നടക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ റിമോട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്നത് കണ്ടോ, ടൂൾസൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് ചാർജർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടോ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഒരു മാനുവലൊക്കെ കിട്ടും. നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്തുകൊണ്ട് തന്നെ മാനുവലൊക്കെ വീട്ടിൽ വെച്ചിട്ട് മറന്നു പോകുന്നു ഗൈസ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ റിമോട്ട്. FMSൻ്റെ തന്നെ 4 ചാനൽ റിമോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് കൺട്രോളിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ഓപ്പോസിറ്റ് ഇടാനും അതുപോലെ തന്നെ ത്രോട്ടിൽ ഓപ്പോസിറ്റ് ഇടാനും, സ്റ്റിയറിംഗ് ഇതിൻ്റെ വീല് എന്തോരം തിരിയണം എന്ന് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ആക്സിലേറ്റർ എന്തോരം കൊടുത്തു കഴിഞ്ഞാൽ എന്തോരം സ്പീഡിൽ പോകണമെന്ന് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ റിമോട്ട് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ലൈറ്റ് കത്തിയിട്ടുണ്ട്, ഇവിടെ ഗ്രീൻ കത്തിയിട്ടുണ്ട്, ഗ്രീൻ കത്തി കണക്റ്റായി. ഓക്കെ, യെസ് ഗൈസ്. അപ്പോൾ അതേ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അത് സ്റ്റിയറിങ് എന്തോരം തിരിയണം എന്നുള്ളൊരു സംഭവം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, കണ്ടോ, അനങ്ങുന്നില്ല. കുറച്ചും കൂടി കൂട്ടിയിടാം, കണ്ടോ, ഇത്ര തിരിയുന്നത് കുറേ കൂടെ കൂട്ടിയിടാം, കണ്ടോ. അതൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്തോരം റേഡിയസിൽ ഇത് തിരിയണമെന്ന് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡ് ഇപ്പോൾ അതെ ലോ ഗിയറിലാണ് നടക്കുന്നത്. കണ്ടോ, പതിയെയാണ് വണ്ടി മൂവ് ആവുന്നത്. കണ്ടോ, അതായത് ഓഫ് റോഡൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു മൂവ്മെൻറ്റിൽ നൈസായിട്ടാണ് അങ്ങനെ പോകുന്നത്. ഇനി ചാനൽ 3ൽ തന്നെ സ്വിച്ചിൽ നമ്മൾ മാറ്റാൻ നേരത്ത് ഹൈ ഗിയറായി. കണ്ടോ, കണ്ടോ, സ്പീഡ് കൂടി വണ്ടി കണ്ടോ. അപ്പോൾ 2 ടൈപ്പ് ഗിയറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയെല്ലാം റിമോട്ടിൽ വരുന്ന പോലെ തന്നെ സെയിം തന്നെ. പിന്നെ
മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ ചാനൽ 4 കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കണ്ടോ ഫസ്റ്റ് ഒരു ലൈറ്റ് നോർമൽ രീതിയിൽ എൻ്റെ ഹെഡ് ലൈറ്റ് കത്തി. ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാൻ നേരത്ത് കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് കത്തി. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോഗ് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും ഈ പാർക്കിംഗ് ലൈറ്റ് അതുപോലെ വർക്ക് ചെയ്യും. കണ്ടോ ഇനി നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കണ്ടോ റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ അവിടെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റിലോട്ട് ഇരിക്കുമ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നോക്കാൻ നേരത്തത് ബാക്ക് സൈഡിലും ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ. പിന്നെ ഈ കാണുന്ന ഈ ചെറിയ ഇവിടെ വരെ ലൈറ്റ് എത്തും. ഇപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കണ്ടോ, ബ്രേക്ക് ചെയ്യാൻ നേരത്ത് കണ്ടോ റിവേഴ്സ് ലൈറ്റ് കത്തുന്നു. ഭയങ്കര സെറ്റപ്പായിട്ടുണ്ടോ ഈ FMS ഈ വണ്ടികൾ നിർമ്മിച്ചിരിക്കുന്ന FMSൻ്റെ വണ്ടികൾ എനിക്ക് ഈ അടുത്താണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വരുന്നത്. കാരണം FJ40 നമ്മളെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് മനസ്സിലായി വണ്ടിയുടെ റേഞ്ച് എന്താണെന്ന്. നല്ല ക്വാളിറ്റിയും അടിപൊളിയായിട്ട് ഓടിപ്പോവുകയും ചെയ്യും. നമുക്ക് ആ ഒരു വൈബ് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ഭയങ്കര സ്കെയിൽ ലുക്കിലുള്ള വണ്ടികൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്യുന്ന നേരത്ത് നമുക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ വണ്ടി ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും പക്കാ ഒരു വണ്ടി, റിയൽ വണ്ടി എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെയൊക്കെ ലൈസൻസ്ഡ് പ്രൊഡക്റ്റാണ്. അതായത് മാരുതി സുസുക്കിൻ്റെ ലൈസൻസ്ഡ് പ്രൊഡക്റ്റാണ്. അവർ ലൈസൻസ് കൊടുത്തിട്ടാണ് ഇവർ ഇതുപോലെ ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ വണ്ടി FMSൻ്റെ കുറച്ച് വണ്ടികളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം നമ്മൾ 2 വണ്ടിയും കൂടെ FMSൻ്റെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അടുത്തടുത്ത വീഡിയോയിൽ അൺബോക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ തൽക്കാലം എനിക്ക് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇത് റീലൊക്കെ അയച്ചു തന്നിരുന്നു, ഇത് വാങ്ങുന്നു പറഞ്ഞിട്ട്. അവർ പറയുമ്പോഴത്തേക്കും നമ്മളിത് ഓൾറെഡി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായി. നമ്മൾ പിന്നെ ഈ ബൈക്ക് എടുത്തതിൻ്റെ തിരക്കിൽ നമ്മൾ ഇത് ഡിലേ ആയി വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഇവനൊന്ന് ഓടിച്ച് നോക്കാം, എന്താണ് ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ജിംനി അങ്ങ് ഓടിക്കാൻ പോവാണ്. കണ്ടോ ഇപ്പോൾ നമ്മളിത് ഫസ്റ്റ് ഗിയറിലിട്ടിട്ട്, ഫസ്റ്റ് ഗിയർ എന്ന് വെച്ചാൽ ലോ ഗിയർ കേട്ടോ. കണ്ടോ പതിയെ ഐറ്റം അങ്ങനെ ഇറക്കി കൊണ്ടുവരികയാണ്. 4 വീൽ ഡ്രൈവിൽ തന്നെയാണ് സംഭവം വർക്ക് ചെയ്യുന്നത്. വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഭയങ്കര രസമുണ്ട് ഗൈസ്, റിയൽ ഒരു വണ്ടി പോകുന്ന പോലെ തന്നെ ഉണ്ട്. കണ്ടോ ഇൻഡിക്കേറ്റേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ട്. ഇനി നമുക്ക് സ്പീഡ് കൂട്ടി അങ്ങിടാം. വാവ് ഗൈസ്, ഒരു രക്ഷയില്ല. ഭയങ്കര ക്യൂട്ടായിട്ട് റിയൽ ജിമിനി അങ്ങ് ഓടിപ്പോകുന്ന പോലെ തന്നെ ഉണ്ട്. എൻ്റെ ബാക്കിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ട് ഗൈസ്, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഐറ്റം. ഇനി നമുക്ക് ലോ ഗിയറിലോട്ട് ഇടാം. നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോഴത്തേക്കും ലോ ഗിയറിലിട്ട് അങ്ങ് ഓടിക്കുക. വാവ്, ഇനി നമുക്ക് കുറച്ച് നല്ല അടിപൊളി വല്ല വാഗമണ്ണോ മൂന്നാറോ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ച് ഓഫ് റോഡിങ് പരിപാടീസൊക്കെ സെറ്റ് ചെയ്യണം. FMSൻ്റെ 2 വണ്ടിയും കൂടെ, 2 വണ്ടിയല്ല കുറച്ചധികം വണ്ടികളും കൂടി വരുന്നുണ്ട്. അതൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം.